ഈ രണ്ടുപേരുടെയും മുഖം തന്നെ കണ്ടുകൊണ്ടിരിക്കാൻ നമുക്ക് ഒരു ബോറിംഗ് തോന്നും. 2.25 മണിക്കൂറുള്ള സിനിമ വേണമെങ്കിൽ അവർക്കൊരു വെട്ടിച്ചുരുക്കി ഒരു അരമണിക്കൂറോളം കുറയ്ക്കായിരുന്നു. സിനിമയുടെ പേര് പ്രൈവറ്റ് എന്ന് പറയുന്ന പേര് എന്തിനു കൊടുത്തു എന്നുള്ള കാര്യം എനിക്ക് സിനിമ കണ്ടിറങ്ങിയിട്ട് മനസ്സിലായാലും മൊത്തത്തിൽ ഒരു ആവറേജ് മൂവി ആണ്. പ്രൈവറ്റ് നല്ല മൂവിയാണ്. പറയുമ്പോൾ ഏതൊരു പുതുമുഖ സംവിധായകൻ ചെയ്ത വളരെ മികച്ച സിനിമയെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഈ സിനിമയുടെ യാതൊരു പ്രൊമോഷനും ഇല്ലാതെ ഇറങ്ങിയ സിനിമ ഒരു സംഭവമല്ല. പിന്നെ നമ്മൾ ഇടയ്ക്ക് വിവാദത്തിലെ ഈ സിനിമയുടെ എന്തൊക്കെയോ കുറേ സംഭവങ്ങൾ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമ ഇന്ദ്രൻസിൻ്റെയും മീനാക്ഷിയുടെയും പെർഫോമൻസ് കൊണ്ട് വളരെ നല്ല മൂവിയാണ്. പിന്നെ എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞാൽ മീനാക്ഷിയെ ഇതൊരു വളരെ മെച്ചുവറായിട്ടുള്ള ഒരു 19-20 വയസ്സുള്ള ഒരു പെൺകുട്ടിയായിട്ടാണ് കാണിച്ചേക്കുന്നത്. മീനാക്ഷി നമ്മൾ കുഞ്ഞുനാൾ മുതലേ കാണാം. നമുക്ക് ഇപ്പോഴും ഒരു ചെറിയ കുട്ടിയായിട്ടായിരിക്കും എന്നെ മനസ്സിലാകാനുള്ള. അതുകൊണ്ട് ഒരു നായിക എന്നുള്ള ഇതിൽ എനിക്ക് അങ്ങനെ ഒരു കറക്റ്റായിട്ടൊരു ആപ്റ്റായിട്ട് തോന്നില്ല. മീനാക്ഷി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്ദ്രൻ ചേട്ടൻ, അദ്ദേഹത്തിന് പ്രത്യേകിച്ച് പറയാൻ അറിയാം. വളരെ ഭംഗിയായിട്ട് ഈ സിനിമയിലെ കഥാപാത്രം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു അവാർഡ് തന്നെ കിട്ടാൻ പറ്റുന്ന ഒരു പെർഫോമൻസ് ഒക്കെ അദ്ദേഹം കാണിച്ചിട്ടുണ്ട്. പിന്നെ തിരക്കഥ അത്ര എന്ന് പറയുമ്പോൾ അതിൽ വേറെ ഡൈവേർഷൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഈ രണ്ടുപേരുടെയും മുഖം തന്നെ കണ്ടുകൊണ്ടിരിക്കാൻ നമുക്ക് ഒരു ബോറിംഗ് തോന്നും. 2.25 മണിക്കൂറുള്ള സിനിമ വേണമെങ്കിൽ അവർക്കൊരു വെട്ടിച്ചുരുക്കി ഒരു അരമണിക്കൂറോളം കുറയ്ക്കായിരുന്നു. കുറേ സംഭാഷണങ്ങൾ കുറച്ചിട്ട് 1.25 മണിക്കൂർ ദൈർഘ്യത്തിലാക്കിയത് നമുക്ക് പിന്നെയും കുറെ കൂടെ ഇഷ്ടപ്പെട്ടാണ്. പിന്നെ ഇവർ രണ്ടുപേരല്ലാതെ നമ്മുടെ അനു ആന്റണി അഭിനയിച്ചു. അവര് നല്ലൊരു ചെറിയൊരു കഥാവസ്ഥ. അവർക്ക് വലിയ സ്ക്രീൻ സ്പേസ് കൊടുത്തിട്ടില്ല. കൊടുത്തിട്ടുള്ള സ്പേസ് അവർ നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ സിനിമയ്ക്ക് ആപ്റ്റായിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ എനിക്ക് തരക്കേടില്ലാത്ത ഒരു ആവറേജ് മൂവി എന്ന് വേണമെങ്കിൽ പറയാം സിനിമ. പിന്നെ സിനിമയുടെ പേര് പ്രൈവറ്റ് എന്ന് പറയുന്ന പേര് എന്തിനു കൊടുത്തു എന്നുള്ള കാര്യം എനിക്ക് സിനിമ കണ്ടിറങ്ങിയിട്ട് മനസ്സിലായില്ല. നല്ല സബ്ജക്റ്റാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ അവരുടെ ലേഖനങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ എഴുത്തുകൊണ്ട് ചില അവർ പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങൾ കൊണ്ട് സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തേണ്ടി വന്ന ഗൗരി ലങ്കേഷിനെ പോലെയുള്ള എഴുത്തുകാർക്കുള്ള ഒരു ട്രിബ്യൂട്ടായിട്ടാണ് സിനിമ. അത് തന്നെയാണ് ഇതിലൊരു സബ്ജക്റ്റും അത് തന്നെയാണ്. നല്ല മൂവിയാണ്. മൊത്തത്തിൽ ഒരു ആവറേജ് മൂവി ആണ്.